അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങളുടെ മുഖം പ്രകാശിതമാകും. നിങ്ങളുടെ മുഖത്തെ വാട്ടം മാറും. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നിങ്ങളുടെ മുഖം പ്രകാശിതമാകുമെന്ന് മാത്രമല്ല, ദൈവം നിങ്ങളുടെ ലജ്ജ എടുത്തു മാറ്റും. ആളുകളെ ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തി ദൈവം നിങ്ങൾക്ക് തരും. സമൂഹത്തിൻ്റെ നടുവിൽ ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള ഒരു ബലം ദൈവം നിങ്ങൾക്ക് തരും. ദൈവം നിങ്ങളുടെ ലജ്ജ എടുത്തു മാറ്റും. പിന്നെയും യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. യേശുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുക. എന്താണ് പിന്നെ അവിടെ കാണാനുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു കൃപ നിറഞ്ഞ ദൈവമാണ്, കരുണ നിറഞ്ഞ ദൈവമാണ്, ദീർഘക്ഷമയും മഹാദയയും ഉള്ള ദൈവമാണ്. നിങ്ങൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ കാണുന്നത് കൃപയാണ്. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കൃപ വേണോ? ഔദാര്യമായി നൽകുന്ന യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. യേശു കൃപയുടെ ഉറവിടമാണ്. യേശു കൃപ നിറഞ്ഞവനാണ്. അവൻ്റെ നിറവിൽ നിന്നാണ് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ദൈവം നിങ്ങൾക്ക് കൃപ നൽകും, ഔദാര്യമായി നൽകും. നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത, നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ പറ്റാത്ത വിഷയങ്ങളുടെ നടുവിൽ, അതിജീവിക്കാൻ പറ്റാത്ത വിഷയങ്ങളുടെ നടുവിൽ അതിജീവനത്തിനുള്ള ശക്തി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകിത്തരും. വിഷയങ്ങളെ പരിഹരിക്കുവാനുള്ള, തീരുമാനമെടുക്കാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരും. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ യേശു കൃപ നിറഞ്ഞവനാണ്. പിന്നെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ യേശു കരുണ നിറഞ്ഞവനാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നാമും കരുണയുള്ളവരാകും. എന്താണ് കരുണ? ദൈവം നമ്മോട് കാണിച്ചത് കരുണയാണ്, അല്ലേ? നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നല്ല ദാനങ്ങളും ദൈവത്തിന് നമ്മോട് തോന്നിയ കരുണയാണ്. യേശു സ്നേഹിച്ചത് പാപികളെയാണ്. യേശു സ്നേഹിച്ചത് ശത്രുക്കളെയാണ്. നാം ഈ ഭൂമിയിൽ കാണുന്ന സ്നേഹം, നമ്മെ സ്നേഹിക്കുന്നവരെ നാം തിരിച്ചു സ്നേഹിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ സ്നേഹം, യേശു പാപികളെ സ്നേഹിച്ചു എന്നുള്ളതാണ്. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ യേശുവിന് ഈ ഭൂമിയിലെ മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ വചനത്തെ നിങ്ങൾ കാണും. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ വചനത്തിലേക്ക് നോക്കുക എന്നാണ് അർത്ഥം. വചനം ദൈവമാണ്. വചനത്തിലൂടെയാണ് നാം യേശുവിനെ കാണുന്നത്. വചനത്തിലൂടെയാണ് യേശുവിൻ്റെ സ്വഭാവങ്ങളെ നാം കാണുന്നത്. വചനത്തിലൂടെയാണ് യേശുവിലുള്ള എല്ലാ നന്മകളും നാം കാണുന്നത്. പിന്നെയും നോക്കിയാൽ നിങ്ങൾ യേശുവിൻ്റെ ദീർഘക്ഷമ കാണും. ഗതസമന മുതൽ ഗോൽഗോത്ത വരെ കഷ്ടാനുഭവങ്ങളുടെ വഴിയിൽ തന്നെ അവർ മൃഗീയമായി പീഡിപ്പിക്കുമ്പോഴും അപമാനിക്കുമ്പോഴും അപമാനത്തെ അലക്ഷ്യമാക്കി യേശു മുൻപോട്ട് തന്നെ പോവുകയാണ്. ക്ഷമിക്കുവാനൊരു കൃപ ദൈവം നിങ്ങൾക്ക് തരും. സഹിക്കുവാനുള്ളൊരു കൃപ നിങ്ങൾക്ക് തരും. യേശു എങ്ങനെയാണ് സഹിച്ചത്? ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. യേശുവിന് മുൻപിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു. അതെ, നിങ്ങൾ വചനത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാകും. നിങ്ങൾക്ക് മുൻപിൽ ഒരു സന്തോഷമുണ്ടാകും. ഇന്നത്തെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ, ക്ഷമിക്കുവാൻ, സഹിക്കുവാനുള്ളൊരു കൃപ ദൈവം നിങ്ങൾക്ക് തരും. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കാമോ? നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ യേശു പതിവ് പോലെ ഗതസമനയിൽ മുട്ടുകുത്തുന്ന നിങ്ങൾ കാണും.
അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ നിങ്ങൾ കാണും. ഇപ്പോൾ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്ത് നിങ്ങൾ കാണും. നിങ്ങളൊരു പ്രാർത്ഥന മനുഷ്യരാകും. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം നിങ്ങൾ കാണുമ്പോൾ ആ പ്രാർത്ഥന നിങ്ങളെ സ്വാധീനിക്കും എന്ന് മാത്രമല്ല, നിങ്ങളൊരു പ്രാർത്ഥന മനുഷ്യരാകും. യേശുവിനെ നോക്കുക. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.